ഓടല്ല മോളെ, നിക്ക് ചാടി. അതൊന്ന് മോന്തമൊക്കെ ചാടി. നോക്കിയോട്ടെ, ഇത് ആരായിട്ടാ കമ്പ വലിച്ചത്? കാട്ടിലെ രാജാവിനായിട്ട്. അങ്ങനെയുണ്ട്. എടുത്ത് വലിച്ചുള്ളിൽ കൊണ്ട് ഞാൻ അനുഭവിച്ചോ. നോക്കിയോട്ടെ, മാതാപിതാക്കളോട് എല്ലാ സ്ഥലത്തും മക്കൾ ചെയ്യുന്ന ഓരോ ക്രൂരതകൾ നോക്കിയോട്ടെ. സുഖമില്ലാതെ കിടന്നപ്പോൾ അവരെ കൊണ്ട് വെള്ളത്തിലിടുന്നു. അല്ലാത്ത കാലഘട്ടം. ഇങ്ങനത്തെ കുറച്ച് രാഷ്ട്രീയക്കാരുണ്ട്, എല്ലാവരും വിളിച്ചത്. കുറച്ച് ആൾക്കാരുണ്ട് ഫോട്ടോക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ആൾ. ആൾക്കാരല്ല മെയിനായിട്ടുള്ള ആൾക്കാരാരാണ് കണ്ടില്ലേ? എന്നാൽ പിന്നെ ഓലപ്പേരെ നിങ്ങൾ വൈകുന്നേരം വരെ പണിയെടുക്കുക, ഒരു കൂലി വാങ്ങുക. അതില്ല, ഹോട്ടലിലോട്ടേക്ക്. ദാരിദ്ര്യവും ഭക്ഷണത്തിൻ്റെ മൂല്യവും എന്താണെന്ന് ചിന്തിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. പെണ്ണും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? പെണ്ണിന് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് കേട്ടെ. പക്ഷേ ആണ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയട്ടെ വളരെ സ്ട്രോങ് ആണ്, ഒരു സൗണ്ട് ഉണ്ടാവില്ല. അതാണ് പെണ്ണാണ് തമ്മിലുള്ള വ്യത്യാസം. ഈ വണ്ടി ഓടിച്ച് പോണ പെണ്ണുങ്ങളെ കാണുമ്പോൾ ചിരിക്കും പരിഹസിക്കും ഹോണടിച്ച് പേടിപ്പിക്കൊക്കെ ചെയ്യുന്ന ആണുങ്ങളോടാണ്. നിങ്ങളെ വിചാരം ഞങ്ങളിത് പാർട്ട് സൈക്കിൾ ഔട്ടി നടക്കുമ്പോൾ ആർട്ടിഒക്കാർ കൊണ്ടുപോയി ലൈസൻസ് തന്നതാണെന്ന്. നിങ്ങളിട്ട് അതേ ഗ്രൗണ്ടിൽ എച്ചും ഇട്ടിട്ടാണ് ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയിരുന്നത്. പിന്നെ വണ്ടി വളർത്തുമ്പോൾ കാലെത്തുന്നതും ഹമ്പ് വരുമ്പോൾ ബ്രേക്ക് പിടിക്കണമെന്നും പേടിയുള്ളതുകൊണ്ട് മാത്രമല്ല. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഉത്തരവാദിത്തം തോളെ കടക്കും. എന്തോ ഒരു വശപ്പശ ഉണ്ടല്ലോ. ഒരു കോമഡിയാണ് കണ്ടുപോയി. എനിക്ക് മൂത്തവര് മൂന്ന് വിദ്യാഭ്യാസം ഉള്ളവരാ. എനിക്ക് അന്ന് അത്രയും വിദ്യാഭ്യാസം ഇല്ല. അതുകൊണ്ട് യവന്മാര് പറഞ്ഞാടാ 4 വലുതെന്ന് പറഞ്ഞ് എന്നെ കയറി അങ്ങ് മൂപ്പിച്ചു. അങ്ങനെ മൂത്ത് കയറി പിടിച്ചതാ. ഉത്തരവാദിത്തം മൊത്തം എന്റെ തോളയിലായി. തോളയല്ല തലയിലായി, അങ്ങനെ പറയുന്നത്. എനിക്ക് തലവേദന ഉള്ളതുകൊണ്ട് അവിടെ പറ്റത്തില്ല, തോളയിലായി. അത് ശരി. എന്നിട്ട് എന്തുവാ